മൂന്നാം വട്ടമാണ് 1.5 മാസത്തിനിടയിൽ കേരളത്തിലേക്ക് എത്തുന്നത് തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന്റെ ഭാഗമായി. എന്താ അദ്ദേഹം ഈ കേരളം പിടിച്ച് കയ്യിൽ ഒതുക്കും, അത് കഴിഞ്ഞ് വരവ് നിർത്തുള്ളൂ. യാതൊരു സംശയമില്ല. കേരളം ഞങ്ങൾ പിടിക്കും, പിടിച്ചേ മാറും. തിരുവനന്തപുരം ഉൾപ്പെടെ ഞങ്ങൾ പിടിക്കും, BJP പിടിക്കും. അത് കഴിഞ്ഞ് പിന്നെ വല്ലപ്പോഴും വന്നാൽ മതി, ഒരു വിട്ടുവീഴ്ചയില്ല. എന്താണ് ഇങ്ങനെ ഒരു ആത്മവിശ്വാസത്തിന് കാരണം? ഞാൻ എത്ര കൊല്ലമായി പൊതുപ്രവർത്തനം തുടങ്ങിയിട്ട് എനിക്ക് നല്ല തന്റെ ഇടമാണ്. ആ തന്റെ ഇടമാണ് എന്നെ കൊണ്ട് ഇത് പറയിക്കുന്നത്. യാതൊരു സംശയം വേണ്ട. വലിയ ഭൂരിപക്ഷത്തിൽ കേരളത്തിൽ ചെറിയ അക്കൗണ്ട് തുറക്കലല്ല, മിനിമം 5 കൂടുതൽ സീറ്റ് ഈ പാർലമെന്റ് തെരഞ്ഞെടുപ്പ് പിടിക്കും. 26-ലെ അസംബ്ലി തെരഞ്ഞെടുപ്പിൽ കേരളത്തെ ഏറ്റവും പ്രമുഖ കക്ഷിയായി BJP മാറും. 29 ഇലക്ഷൻ നടക്കുന്നതാണ് കരുതപ്പെടുന്നത്. അന്ന് കേരളം ഒറ്റയ്ക്ക് ഭരിക്കും, ഒരു സംശയം വേണം. അങ്ങ് ഇത്തവണ തെരഞ്ഞെടുപ്പിൽ സ്വാഭാവികമായിട്ട് കാണുമല്ലോ. അങ്ങ് മത്സരരംഗത്ത് ഉണ്ടാകുമോ? അത് BJPയുടെ കേന്ദ്ര നേതൃത്വം മത്സരിക്കാൻ പറഞ്ഞാൽ മത്സരിക്കും, മത്സരിക്കണം മത്സരിക്കാം. അബദ്ധമൊന്നും ഒരിക്കലും ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആരാമാണ് അങ്ങനെ സ്ഥാനാർത്ഥി പ്രഖ്യാപിക്കുക? നോ, നെവർ. സ്ഥാനാർത്ഥികൾ പ്രഖ്യാപനക്കാതെ ദേശീയ കമ്മിറ്റി കൂടി പാർലമെന്റ് സ്ഥാനാർത്ഥി ഊളച്ചോദ്യത്തിന് മറുപടിയില്ല. അങ്ങ് മത്സരിക്കാനുള്ള ഈ കൂടുതൽ സീറ്റ് പിടിക്കുക എന്നാണോ BJPയുടെ ലക്ഷ്യം? ഞാൻ ഇല്ല, എന്നെ സന്നദ്ധ അറിയിക്കേണ്ട കാര്യമില്ല. നിൽക്കാൻ പാർട്ടി പറയാൻ കേൾക്കും, അതിന് വലിയ ചോദ്യമൊന്നുമില്ലല്ലോ. ഏതാ അത് വലിയ സംഭവമല്ലേ? കടകക്ഷി ഏതെങ്കിലും കടകക്ഷിയാവും, പക്ഷെ പാർട്ടിയാകാതെ അത് ഉത്തരവാദിത്വം വേണം. ഇതെന്റെ പാർട്ടിയുടെ തീരുമാനമാണ്, ജനപക്ഷം പാർട്ടിയുടെ. ഇന്ന് ബഹുമായിട്ട് നരേന്ദ്രമോദിജി ജനപക്ഷം പാർട്ടി പ്രവർത്തനം മുഴുവൻ BJP ആയിട്ട് പ്രഖ്യാപിക്കും. അതോടെ പ്രശ്നം ഇനി മേലിൽ ജനപക്ഷമില്ല, BJP മാത്രം. ഓക്കെ, താങ്ക് യു.